വെൽക്കം ടു എജ്യൂക്ക ക്ലാസ് റൂം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അതായത് കേരള യൂണിവേഴ്സിറ്റിയിലെ FIUGP പ്രോഗ്രാം, അതായത് 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിലെ അസൈൻമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതായത് കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഡിഗ്രി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം ഈ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് അവർ വെക്കുന്നത് കൊണ്ടുള്ളൊരു കോംപ്ലിക്കേഷൻസ് അവർക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫീൽ ചെയ്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് അസൈൻമെൻ്റ് എന്നും അസൈൻമെൻറ്റിൻ്റെ മോട്ടീവ് എന്താണെന്നും അസൈൻമെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള A to Z ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അസൈൻമെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു അസൈൻമെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്, നമ്മൾ എഴുതുമ്പോൾ തന്നെ ബേസിക്കലി ഒരു അസൈൻമെൻറ്റിന് അങ്ങനെ അസൈൻമെൻറ്റുകൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിലൂടെ മാത്രമേ നമുക്ക് എഴുതാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ സാധാരണ ഒരു വൈറ്റ് പേപ്പറിൽ നമുക്ക് നോട്ട് എഴുതുന്നത് പോലെയോ അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ദേ ഹാവ് എ സ്ട്രക്ചർ, അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഒരു കുട്ടിക്ക് അസൈൻമെൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് നമ്മൾ ആ കുട്ടിക്ക് എന്താണ് കിട്ടേണ്ടത്, അവനിൽ നിന്ന് എന്ത് കഴിവാണ് പുറത്തു വരേണ്ടതെന്ന് എന്നുള്ള രീതിയിലാണ് നമ്മൾ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നാലാമത്തത് ഒരു സാമ്പിൾ അസൈൻമെൻ്റ് ആണ്. അത് എങ്ങനെയാണ് അസൈൻമെൻറ്റ് എഴുതുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ ഏറ്റവും അവസാനമാണ് കൺക്ലൂഷൻസും റിഫറൻസും. ഇത് നമ്മൾ ഓരോന്നായിട്ട് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ അസൈൻമെൻറ്റ് എഴുതുന്നതിന് മുമ്പേ ഒരു ഡിഗ്രി കുട്ടി അത്യാവശ്യമായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല മാർക്ക് തന്നെ 1-2 മാർക്ക് കുറച്ച് ബാക്കി എല്ലാ മാർക്കും കിട്ടാൻ സാധ്യതയുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു അസൈൻമെൻറ്റ് ഈ ഒരു സ്ലൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണ് ഒരു അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ, എന്തുദ്ദേശത്തിലാണ് സ്റ്റുഡൻസിന് നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ അസൈൻമെൻറ്റ് എന്ന് പഠിച്ചു തുടങ്ങുമ്പോഴേ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? ഇത് അസൈൻമെൻറ്റ് ഒരു സ്പെസിഫിക് ടാസ്ക് ആണ്, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് വർക്കാണ്. ഒരു സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്കോ അല്ലെങ്കിൽ ഒരു റിസർച്ചിനോ ഒരു പർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്തിട്ട് അവൻ്റെ അധ്യാപകനോ അല്ലെങ്കിൽ അവൻ്റെ മേലധികാരിയോ അവന് കൊടുക്കുന്ന ഒരു ടാസ്കിനെയാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് സാധാരണ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥി എങ്ങനെയാണ് ഈ കൊടുക്കുന്ന ടോപ്പിക്കിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്, വിദ്യാർത്ഥി എങ്ങനെയാണ് ഇതിനെ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ അസൈൻമെൻറ്റിൽ പ്രധാനമായിട്ട് ഒരു അധ്യാപകൻ നോക്കുന്നത്. അക്കാഡമിക് കോണ്ടസ്റ്റിൽ നമ്മൾ വരികയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് ആണ്, ടീച്ചർ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് പ്രധാനമായിട്ടും അക്കാഡമിക് എക്സസൈസിനകത്ത് നമ്മൾ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. സ്റ്റുഡൻസ് എങ്ങനെയാണ്, വിദ്യാർത്ഥി എങ്ങനെയാണ് ഈ ടോപ്പിക്കിനെ ലേൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ ടോപ്പിക് ഓൾറെഡി അവന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ എങ്ങനെ ഈ ടോപ്പിക്കിനെ ലേൺ ചെയ്തു, ഈ ടോപ്പിക്കിനെ അവൻ എങ്ങനെ മനസ്സിലാക്കി. ചില സമയങ്ങളിൽ നമ്മൾ ഈ അസൈൻമെൻറ്റിനെ നമ്മൾ ഫോം ഓഫ് എസ്സേ പോലെ കൊടുക്കും, റിപ്പോർട്ട് ആയിട്ട് കൊടുക്കും, പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ് ആക്കി കൊടുക്കും. ചില സമയങ്ങളിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാറുണ്ട്, ചില സമയങ്ങളിൽ ഒരു പ്രൊജക്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്പെസിഫിക് ടാസ്ക് ആണ്, ഒരു വിദ്യാർത്ഥിയുടെ പ്രാക്ടിക്കൽ എക്സസൈസ് ആണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആ വിദ്യാർത്ഥി എന്താണ് ആ ടോപ്പിക്കിൽ നിന്ന് അവൻ പഠിച്ചത്, എന്താണ് അവന് മനസ്സിലായത്, ഇത് മാത്രമാണ് നമ്മൾ അസൈൻമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇനി അസൈൻമെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് പറയുന്നത്. ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നതാണ്. അതായത് നമ്മൾ ഈ അസൈൻമെൻറ്റ് സാധാരണ സ്വാഭാവികമായിട്ടും മിനിമം ഒരു 10-12 പേജ് അതായത് മിനിമം ഒരു 10-12 പേജാണ് നമ്മൾ അസൈൻമെൻ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ അസൈൻമെൻറ്റിൽ ഒരു ടൈറ്റിൽ പേജ് വേണം. ടൈറ്റിൽ പേജ് എങ്ങനെയാണെന്ന് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ അസൈൻമെൻറ്റിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അസൈൻമെൻറ്റിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ. അപ്പം എന്താണ് നമ്മൾ ഈ ടേബിൾ ഓഫ് കണ്ടന്റിനകത്ത് ലിസ്റ്റ് ഓഫ് സെക്ഷൻസ് എല്ലാം പറയും, സബ് സെക്ഷൻസ് എല്ലാം പറയും. അപ്പം അവിടെ ഈ സൈഡിൽ നമ്മൾ പേജ് നമ്പർ കൊടുക്കണം. എന്താണ് നമ്മൾ അസൈൻമെൻറ്റിനകത്തുള്ള പേജ് നമ്പർ കൊടുക്കണം. അപ്പോൾ എന്താണ് ടേബിൾ ഓഫ് കണ്ടന്റിനകത്ത് ആദ്യം വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ നമുക്ക് എല്ലാം അറിയാം. നമ്മൾ എന്ത് ടോപ്പിക്കാണോ നമ്മൾ ടീച്ചർ തന്നിട്ടുള്ളത് ആ ടോപ്പിക്കിൻ്റെ ഒരു ബ്രീഫ് ഓവർ വ്യൂ ആണ് നമ്മൾ അസൈൻമെൻറ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബ്രീഫ് ഓവർ വ്യൂ എന്ന് പറയുന്നത് എന്താണ് ആ ടോപ്പിക്, അത് നമ്മൾ ഈ സ്ലൈഡിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. അത് മിനിമം ഒരു 3 പേജെങ്കിലും ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും.
അതുപോലെ അതിന് ശേഷം മെയിൻ കണ്ടന്റ് ആണ്. മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതും അതുപോലെ തന്നെ എന്താണ് മെയിൻ കണ്ടന്റ്, മെയിൻ ബോഡി എന്താണ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ്, നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കേസ് സ്റ്റഡീസോ എക്സാമ്പിൾസോ കൊടുത്തിരിക്കുന്നത്. ഈ കേസ് സ്റ്റഡീസ് ആൻഡ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്കിലും വരാൻ സാധ്യതയില്ല. എങ്കിലും ഈ FIUGPയിലെ ആ ഒരു പുതിയ പാറ്റേൺ അനുസരിച്ച് ഇറ്റ് ഇസ് എ ചാൻസ് ടു എവറി സബ്ജക്റ്റ്. കാരണം എല്ലാ സബ്ജക്റ്റിലും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. എന്ത് ടോപ്പിക് ആയാലും, ഈവൻ സോഷ്യൽ സയൻസ് ആയാലും സയൻസ് ആയാലും മാത്തമെറ്റിക്സ് ആയാലും, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു റിയൽ എക്സാമ്പിൾസ്. അതിന് വേണ്ടിയിട്ടാണല്ലോ FIUGPയിലെ ഒരു പുതിയ രീതിയിലുള്ള കരിക്കുലം തന്നെ നമ്മൾ ഡെവലപ്പ് കൊണ്ടുവന്നത്. അതിനുശേഷം കൺക്ലൂഷനാണ്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം എഴുതി, അതായത് ഇൻട്രൊഡക്ഷൻ, മെയിൻ കണ്ടന്റ്, കേസ് സ്റ്റഡീസ്, ഇതിൻ്റെ എല്ലാം സമ്മറി ചെയ്ത ഒരു കീ പോയിന്റ് ആണ്. സമ്മറി ചെയ്തൊരു കീ പോയിന്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റെഫറൻസ് ബിബ്ലിയോഗ്രാഫി. റെഫറൻസ് ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എവിടെ നിന്നൊക്കെ ഏതൊക്കെ ഡാറ്റാസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ബുക്കുകളാകാം, ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സോഴ്സസ് ആവാം, അല്ലെങ്കിൽ ChatGPT ആവാം. എന്ത് തന്നെ ആയാലും നമ്മൾ അതിൽ നിന്ന് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് കോട്ട് ചെയ്യുമ്പോൾ ഈ വർക്കിന് ആധികാരികത കൂടുകയാണ്. അതായത് നമ്മൾക്കിപ്പോൾ ഞാൻ ഒരു ടോപ്പിക്ക് ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുമ്പോൾ ആ ടോപ്പിക്കിൽ അവൻ എവിടെ നിന്നാണ് എടുത്തിട്ട് ഉള്ളതെന്ന് പറയുമ്പോൾ, കാരണം ബിക്കോസ് പ്രീവിയസ്ലി ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്, അല്ലെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് ജേണലിലുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇന്റർനെറ്റിലുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ ആ വർക്കിന്റെ ആധികാരികത കൂടും. അടുത്തത് അമ്പറ്റീസസ് എന്ന് പറയുന്നത് ഈ ഫ്രിക്കേർഡ് ചില സമയങ്ങളിൽ ചില സബ്ജക്റ്റുകൾ മാത്രമേ ഇത് ആവശ്യമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പറഞ്ഞത് കൂടാതെ നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അഡീഷണൽ ഡാറ്റ ആവശ്യമായി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചാർട്ടോ മറ്റു കാര്യങ്ങളോ നമുക്ക് ഉൾക്കൊള്ളിക്കണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ ക്രൈം റെക്കോർഡിനെ കുറിച്ച് പറയുകയാണ്. ഇന്ത്യൻ ക്രൈം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ 2020 മുതൽ 2019 മുതൽ 20 വരെയുള്ള ക്രൈം റെക്കോർഡിനെ കുറിച്ച് നമ്മളൊരു അസൈൻമെന്റ് എഴുതുവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്കവിടെ ഈ അപ്പൻഡിസസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് നമുക്ക് അതിൻ്റെ ചാർട്ടുകൾ വെക്കേണ്ടതായിട്ട് വരും, അതുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ ഡാറ്റാസ് വെക്കേണ്ടി വരും. അപ്പോൾ ഇത് എല്ലാ സബ്ജക്റ്റുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള ഈ ലാസ്റ്റത്തെ ഭാഗം അല്ലെങ്കിൽ അഡീഷണൽ ഡാറ്റയോ ചാർട്ടോ ഒന്നും തന്നെ നമ്മളത് ഉൾക്കൊള്ളിക്കുന്നില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ സബ്ജക്ട്സ്. ഇനി അടുത്തത് നോക്കൂ. ഇനി നമ്മൾ ഓരോന്നും എന്താണ് നമുക്ക് സാധാരണ അസൈൻമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, വിദ്യാർത്ഥികൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമൺ എറർ എന്തൊക്കെയാണ്? എപ്പോഴും ഒരു വേഗായിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. വേഗായിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് എന്ന് പറയുന്ന സാധാരണ ഈ ടോപ്പിക്ക് അടിച്ചു കൊടുത്തിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ പറയും. അപ്പം നമ്മൾ ചെയ്ത ടോപ്പിക്കിനടുത്തോളം എത്രത്തോളം നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്തു എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ഷൻസും കാണത്തില്ല. ഇൻട്രൊഡക്ഷനുള്ള കാര്യങ്ങളായിരിക്കത്തില്ല മെയിൻ ബോഡിയിൽ. പിന്നെ ഇൻകൺസിസ്റ്റൻസ് ആയിട്ടുള്ള ഫോർമാറ്റ്, അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കൺസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫോർമാറ്റിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം എന്താ കൺസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫോർമാറ്റ് എന്ന് പറയുന്നത്? ഉദാഹരണം എന്താ, ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ എഴുതേണ്ടത് സ്മോളിൽ എഴുതുന്നു, സ്മോളിൽ എഴുതുന്നതിന് ക്യാപിറ്റൽ എഴുതുന്നു, മാർജിൻ ഒന്നും കാണത്തില്ല, അതുപോലെ തന്നെ വലിച്ചു വാരി വൃത്തിയില്ലാതെ എഴുതുന്നു. അപ്പം അതുപോലെ ഒരു പേജ് കഴിഞ്ഞ് അടുത്ത പേജിൽ കണ്ടിന്യൂ ചെയ്യാതെ അടുത്ത പേജിൽ എഴുതുന്നു. ഇതൊക്കെയാണ് ഇൻകൺസിസ്റ്റന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ എവിടെ നിന്ന് ഇത് കിട്ടി എന്നുള്ള ലാക്ക് ഓഫ് റെഫറൻസ്. പിന്നെ നമ്മളെപ്പോഴും ക്ലാരിറ്റി എൻഷുർ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, കുട്ടിക്ക് എന്ത് മനസ്സിലാക്കിയെന്ന് അധ്യാപകൻ മനസ്സിലാക്കണമെങ്കിൽ അതിനകത്ത് ക്ലാരിറ്റി വേണം. അതുപോലെ ലോജിക്കൽ ഫ്ലോ വേണം. അത് ലോജിക്കൽ ഫ്ലോ ആണ് നമ്മൾ പറഞ്ഞത്. ഒരു ടോപ്പിക് വരുമ്പോൾ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ കാണണം, മെയിൻ ബോഡി വേണം. അതുപോലെ അങ്ങനെയുള്ള ലോജിക്കലി അതൊരാൾക്ക് കാണുമ്പോൾ അത് ലോജിക്കലി ഇറ്റ്സ് അറേഞ്ച്ഡ് എന്ന് തോന്നണം. പ്രോപ്പർ സൈറ്റേഷൻസ് വേണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തേർഡ് പേഴ്സൺ ആണ് നമ്മൾ എഴുതിയ അസൈൻമെന്റ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ റീഡബിലിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള ഇന്റഗ്രിറ്റി നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു ഇന്റഗ്രിറ്റി എന്ന് വെച്ചാൽ എന്താണ്, നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് അക്കാഡമിക്കലി നമ്മുടെ അസൈൻമെന്റ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഇന്റഗ്രിറ്റി ഉണ്ട്. നമുക്ക് ആ ഇന്റഗ്രിറ്റി നമ്മൾ കാണിച്ചു കൊടുക്കണം. സോ ഇത്രയേ ഉള്ളൂ. വേഗ ഇൻട്രൊഡക്ഷൻസ് പാടില്ല, ഇൻകൺസിസ്റ്റന്റ് ഫോർമാറ്റ് പാടില്ല, ലാക്ക് ഓഫ് റെഫറൻസ് ഇല്ലാതിരിക്കരുത്, ലാക്ക് ഓഫ് റെഫറൻസ് പാടില്ല, ക്ലാരിറ്റി എൻഷുർ ചെയ്യണം, ഒരു ലോജിക്കൽ ഫ്ലോ ഉണ്ടായിരിക്കണം, പ്രോപ്പർ സൈറ്റേഷൻസ് ഉണ്ടായിരിക്കണം, മറ്റുള്ളവർക്ക് തേർഡ് പാർട്ടിക്ക് വായിക്കുവാനുള്ള റീഡബിലിറ്റിയും ഇതിനകത്ത് വേണം. അടുത്തത് നോക്കൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്കം FIUGP അസൈൻമെന്റുകളിൽ നമ്മൾ കുട്ടികൾക്ക് അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ഔട്ട്കം ആണ് നമുക്ക് ഈ അസൈൻമെന്റ് വഴി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. രണ്ട് രീതിയിലുള്ള ഒരു സ്കില്ലാണ് നമ്മൾ അസൈൻമെന്റിലൂടെ ഈ കുട്ടികൾക്ക് ആസ് പെർ ആസ് FIUGP ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഒന്ന് കോഗ്നിറ്റീവ് ആയിട്ടുള്ള സ്കിൽസും അനലിറ്റിക്കൽ സ്കിൽസും. വാട്ട് ഈസ് കോഗ്നിറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്? കൊഗ്നീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെയാണ്. അതായത് മനുഷ്യന്റെ ചിന്തകളെയും അറിവ് സമ്പാദിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കുക.
മനുഷ്യൻ്റെ മൈൻഡ്, ചിന്തയും അവൻ്റെ അറിവും ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒരു ടോപ്പിക്ക് കൊടുക്കുന്നു, അതിനെതിരെ ചിന്തിക്കുന്നു, അതിനോട് ചിന്തിക്കുന്നു, അതിൽ പുതിയ പുതിയ അറിവുകളുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കുന്നു. അനലിറ്റിക്കൽ സ്കിൽസ് എന്താണ്? നമ്മൾ വിശദീകരിക്കുന്നു. അതെന്ത് ചെയ്യണം? ഒരു കാര്യത്തെ നമ്മൾ വിശകലനം ചെയ്ത് അത് മനസ്സിലാക്കാനുള്ള സ്കില്ല്. അത് ഇപ്പം കോഗ്നിറ്റീവ് സ്കിൽസും അനലിറ്റിക്കൽ സ്കിൽസും ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അസൈൻമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് അതിലൂടെ വരും. അതുപോലെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ആവും. നമുക്ക് ഒരു കാര്യത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, ഒരു കാര്യത്തെ ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ജഡ്ജ്മെന്റ് ഒക്കെ കൺക്ലൂഷൻസിലൊക്കെ പറയുന്നത്. അതുപോലെ അക്കാഡമിക് ലെവലിലും സോൾവിങ് പ്രോബ്ലംസ് പറ്റും, റിയൽ വേൾഡിൽ കോണ്ടസ്റ്റിലൂടെ നമുക്കിത് പറയാൻ പറ്റും. സോ ഔട്ട്കം ഓഫ് ദ FIUGP അസൈൻമെന്റ് ഈസ് കോഗ്നിറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ്. അടുത്തത് നോക്കൂ. അടുത്തത് നമ്മളൊരു സാമ്പിൾ അസൈൻമെന്റ് ഇവിടെ പറയാൻ പോവുകയാണ്. സാമ്പിൾ അസൈൻമെന്റ്സിനകത്ത് നമ്മൾ ഈ ടോപ്പിക്കിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്കിന്റെ പേരെന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ യൂണിക് ഫ്യൂച്ചേഴ്സ് ഓഫ് സൊറാസ്ട്രിസം ആസ് എ വേൾഡ് റിലീജിയൻ. അതായത് ഫിലോസഫി, BA ഫിലോസഫി കുട്ടികളുടെ ആ ഒരു ഇതാണ്. അപ്പം അതായത് സൊറാസ്ട്രിസം എന്ന് പറയുന്നത് ഒരു വേൾഡ് റിലീജിയൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തപ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ യൂണിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. സൊറാസ്ട്രിസം ഒരു വേൾഡ് റിലീജിയൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ, നമ്മൾ വേൾഡ് റിലീജിയൻ ആയിട്ട് സൊറാസ്ട്രിസം പഠിക്കുമ്പോൾ അതിന് മറ്റു മതങ്ങളിൽ നിന്ന് യൂണിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്നാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടൈറ്റിൽ പേജ് വേണമെന്ന്. മിനിമം ഒരു അത്യാവശ്യം നോർമൽ സ്റ്റാൻഡേർഡുള്ള ഒരു ടൈറ്റിൽ പേജാണ് ഇത്. ഇതിനകത്ത് എല്ലാ അസൈൻമെന്റ് കൊടുക്കുമ്പോഴും ടൈറ്റിൽ പേജ് മസ്റ്റായിട്ട് നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് നോക്കൂ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികളാണ്. അപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫി ആണെങ്കിൽ ഫിലോസഫി, എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ്. അസൈൻമെന്റ് തരുന്നത് ആരാണ്? അതായത് FIUGPയിൽ മൈനർ, മേജർ എന്നും പറഞ്ഞ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കുട്ടികൾ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വന്ന് പഠിക്കുന്നത് കൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്ന് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏത് കോളേജിലാണ് നമ്മൾ പഠിക്കുന്നത്, എവിടെയാണ് സ്ഥലം. അത് കഴിഞ്ഞ് അസൈൻമെന്റ് സബ്മിഷന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഒന്ന് നമ്മൾ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് കോഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് ദ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് BA ഹിസ്റ്ററിയാണ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ BA ഹിസ്റ്ററി എന്ന് എഴുതണം. അതുപോലെ തന്നെ സെമസ്റ്ററിന് എഴുതുമ്പോൾ ഏത് സെമസ്റ്ററിലാണ് അവനുള്ളത്. കോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു കോഡ് എല്ലാ സബ്ജക്റ്റുകൾക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ സിലബസിലോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി കോഴ്സ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ പഠിക്കുന്ന വിഷയത്തിൻ്റെ പേരാണ്. ഉദാഹരണത്തിന് കമ്പാരിറ്റീവ് റിലീജിയൻ എന്ന് പറയുന്ന ഫിലോസഫിയിലെ ഒരു പേപ്പർ. അപ്പോൾ അതിൻ്റെ എന്താണ്, അപ്പോൾ കോഴ്സിൻ്റെ ടൈറ്റിൽ എന്താണ്, കമ്പാരിറ്റീവ് റിലീജിയൻ എന്നാണ്. അടുത്തത് അസൈൻമെന്റിന്റെ ടോപ്പിക് എന്താണ്? അസൈൻമെന്റ് ടോപ്പിക് നമ്മൾ നേരത്തെ പറഞ്ഞതായത് കണ്ടോ, ഐഡന്റിഫൈ ദ യൂണിക് ഫീച്ചേഴ്സ് ഓഫ് ദ സൊറാസ്ട്രിസം ഈസ് എ വേൾഡ് റിലീജിയൻ. അത് കഴിഞ്ഞ് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചറും അത് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഫാക്കൽറ്റിക്കാണ് ഈ അസൈൻമെന്റ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പം നെയിം ഓഫ് ദ ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഏത് ഫാക്കൽറ്റി, ഇപ്പോൾ ഫിലോസഫി ആണെങ്കിൽ ഫിലോസഫി, ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, ആ ഫാക്കൽറ്റിക്ക് ആ ഫാക്കൽറ്റിയുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. നെയിം ഓഫ് ദ ഫാക്കൽറ്റി ഏത് വ്യക്തിക്കാണ് അല്ലെങ്കിൽ ഏത് ടീച്ചറിനാണ്. ഫാക്കൽറ്റി മീൻസ് ടീച്ചർ എന്നാണ് അല്ലെ. അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന ആളുടെ പേര് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഈ ടീച്ചർ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പെടുന്നതെന്ന് എഴുതുക. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫിയുടെ അധ്യാപകനാണെങ്കിൽ ഫിലോസഫി, ഹിസ്റ്ററിയുടെ അധ്യാപകനാണെങ്കിൽ ഹിസ്റ്ററിയുടെ അധ്യാപകൻ. അപ്പോൾ ഇതാണ് നമ്മൾ അസൈൻമെന്റിന്റെ ഇതിന്റെ എല്ലാ PDF നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം വീഡിയോയ്ക്ക് താഴെയല്ല, നമ്മുടെ കമന്റ് ബോക്സിലോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിനകത്ത് ഇതിന്റെ PDF പ്രൊവൈഡ് ചെയ്യാം. അടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അസൈൻമെന്റ് എഴുതുമ്പോൾ കൊടുക്കേണ്ട ഫ്രണ്ട് പേജ്. ഇനി നമ്മൾ ഈ ടേബിൾ ഓഫ് കണ്ടന്റ് നോക്കൂ. ടേബിൾ ഓഫ് കണ്ടന്റിന്റെ ആദ്യം നമ്മളിവിടെ പേജ് നമ്പർ വേണം. ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, അതിന് മെയിൻ കണ്ടന്റ് എഴുതുന്നു, കേസ് സ്റ്റഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്, അതുപോലെ കൺക്ലൂഷൻ പറയുന്നു, റെഫറൻസ് ആൻഡ് ബിബ്ലിയോഗ്രാഫി. അപ്പോൾ ഇതിനകത്ത് അപ്പൻഡിസസിന്റെ ലാസ്റ്റത്തെ ആ ഒരു അഡീഷണൽ ഡോക്യുമെന്റ്സിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ, മെയിൻ കണ്ടന്റ്, കേസ് ഓഫ് ദ സ്റ്റഡി, കൺക്ലൂഷൻ, റെഫറൻസ് ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഇതെല്ലാം ഏത് പേജിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള പേജിന്റെ നമ്പരും നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. ബിക്കോസ് ഇവാലുവേറ്റർക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കലി ഒരു ടോപ്പിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, ഉദാഹരണത്തിന് ഐഡന്റിഫൈ ദ യൂണിക് ഫീച്ചേഴ്സ് ഓഫ് ദ സൊറാസ്ട്രിസം ആസ് എ വേൾഡ് റിലീജിയൻ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ മതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സൊറാസ്ട്രിസത്തിന്റെ യൂണിക് ഫീച്ചേഴ്സ് ആണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഈ മതം എവിടെ നിന്ന് ഒറിജിൻ ചെയ്തു എന്ന് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഈ മതം എത്ര പഴക്കമുള്ള മതമാണ്, ഈ മതത്തിന്റെ ഫൗണ്ടർ ആരാണ്, ഈ മതം ഏത് നൂറ്റാണ്ടിലെല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഒറിജിൻ സൊറാസ്ട്രിസം വേൾഡിലെ ഏറ്റവും പഴക്കം ചെന്ന മതമാണ് സൊറാസ്ട്രിസം എന്ന് പറയുന്നത്.
പറയുന്നത് ഏൻഷ്യൻ്റ് 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിൽ ഏൻഷ്യൻ്റ് പേർഷ്യയിൽ ഡെവലപ്പ് ചെയ്തതാണ്. അതിന് തൊട്ട് താഴെ നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എഴുതണം. ഇത് എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ മതം എവിടെ നിന്ന് ഷേപ്പ് ചെയ്തിട്ടുള്ളതാണ്, ഈ മതത്തിൻ്റെ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയാണ്, അതിന് എത്തിക്കൽ ഡ്യൂവലിസം എഴുതണം. എത്തിക്കൽ ഡ്യൂവലിസം എന്ന് പറഞ്ഞാൽ ഈ മതത്തിൻ്റെ സെൻട്രൽ ഐഡിയാസ് എങ്ങനെയാണ്, ഈ മതം എന്ത് ഐഡിയാസ് ആണ് നമുക്ക് കോൺസെപ്റ്റ് പറയുന്നത്. ഉദാഹരണത്തിന് ഗുഡ്, ട്രൂത്ത്, ലൈറ്റ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ ഈവിളും ഫാൾസ് ഗുഡും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് പ്രധാനമായിട്ട് ഈ ഒരു എത്തിക്കൽ ഡ്യൂവലിസത്തിനകത്ത് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ, ഈ മതം സ്ട്രഗിൾ ചെയ്യുന്നത് ബാഡും ഗുഡും ബാഡും തമ്മിലാണ്. അപ്പോൾ അത് നമ്മൾ എഴുതണം. അടുത്ത ഈ മതത്തിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? മോറൽ റെസ്പോൺസിബിലിറ്റി സത്യം ട്രൂത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കള്ളം പറയാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവൃത്തിയിലും അതിവിടെ എഴുതണം. സിംബോളിസം, അത് ഈ പർട്ടിക്കുലർലി ഈ ടോപ്പിക്കിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സിംബൽസ് എന്തൊക്കെയാണ്, ഇവരുടെ പ്യൂരിറ്റി എന്തൊക്കെയാണ്, അതുപോലെ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഇവരുടെ ഡോക്ടറൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഈ മതത്തിൻ്റെ കണ്ടംപററി റിലവൻസ് എന്താണ്. ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ആ ഒരു ബോഡി ഓഫ് ഇതിനകത്ത് പറയുന്നത്. കണ്ടംപററി റിലവൻസ് എന്താണ്, അതുപോലെ തന്നെ ഈ അസൈൻമെൻറ്റിൻ്റെ പർപ്പസ് എന്താണ്, ഈ അസൈൻമെൻറ്റ് എന്താ ചെയ്യുന്നത്, ടു അനലൈസ് ദ യൂണിക് ഫ്യൂച്ചേഴ്സ് ഓഫ് ദ സൊറാസ്ട്രിസം, അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് ബേസിക്കലി ഇത്രയും മെയിൻ പോയിന്റ്സ് കൂട്ടിയിട്ടാണ്. ഒരു ടോപ്പിക്കിന് ഇത്രയും ബേസിക് പോയിന്റ്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കം എ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. അടുത്ത് നോക്കൂ, ഇനി നമ്മൾ ആ മെയിൻ കണ്ടന്റ്, ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് അതിനകത്തുള്ള മെയിൻ കണ്ടന്റ് എന്താണ്? മെയിൻ കണ്ടന്റ് ആദ്യമേ തന്നെ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് ആണ്. ഇൻട്രൊഡക്ഷൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ടന്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മൊത്തം എഴുതും, അതായത് ഒരു ജസ്റ്റ് ഒരു 2-3 പാരഗ്രാഫ്. അതുപോലെ തന്നെ നമ്മളെ ടോപ്പിക് എന്താണ്, യൂണിക് ഫീച്ചേഴ്സ് ഓഫ് ദ സൊറാസ്ട്രിസം ഇല്ലേ, അതാണ് ഈ യൂണിക് ഫീച്ചേഴ്സ്, റിലീജിയൻ്റെ യൂണിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതും. അതുപോലെ അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മൾ ഡോക്ടറൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഈ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതും. അതുപോലെ തന്നെ കണ്ടംപററി സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ്. അത് കഴിഞ്ഞ് മെയിൻ ബോഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ കേസ് സ്റ്റഡി എഴുതും. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കൺക്ലൂഷൻ എഴുതും, റെഫറൻസ് എഴുതും. ഒരു അസൈൻമെൻറ്റ് തയ്യാറാക്കി അതിൻ്റെ സാമ്പിൾ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കൂ, നമ്മൾ ബിബ്ലിയോഗ്രാഫി എന്ന് വെച്ചാൽ എന്താണ്? ബിബ്ലിയോഗ്രാഫി നേരത്തെ ഓൾറെഡി വി ഡിസ്കസ് അബൌട്ട്, അതായത് എവിടെ നിന്നാണ് നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിയുള്ള ഡാറ്റ കളക്ട് ചെയ്തത്. നോക്കൂ, ഉദാഹരണത്തിന് നമ്മൾ നോക്കൂ, ഈ മോസി മാരി എന്ന് പറയുന്ന ബുക്ക്, അതായത് അപ്പോൾ ഉദാഹരണത്തിന് ഇത് നമ്മൾ ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിന് ഒരു പ്രത്യേക മെത്തേഡാണ്, സയൻസിനും ഒരു പ്രത്യേക മെത്തേഡാണ്. നമ്മൾ സാധാരണ സോഷ്യൽ സയൻസുകൾ ഉപയോഗിക്കുന്നത് MLA സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലാണ്. MLA സ്റ്റൈൽ ഷീറ്റ് മെത്തേഡിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഓതറിൻ്റെ പേര് നമ്മൾ തിരിച്ചിടും. അപ്പോൾ യഥാർത്ഥത്തിൽ നോക്കൂ, ബോസി മേരി എന്ന് പറയുന്നത് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഓതറിൻ്റെ പേര് മേരി ബോസി എന്നാണ്. കണ്ടോ, ഇതിൻ്റെ ഇടയിലുള്ള സിമ്പിൾസ് കണ്ടോ, ഇതിൻ്റെ ഇടയിലുള്ള കുത്ത്, അതുപോലെ തന്നെ ഒരു ബുക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഈ സിമ്പിൾസ്, അതുപോലെ നോക്കൂ ഈ ഫുൾ സ്റ്റോപ്പ്, ഇത് എവിടെ നിന്ന് വന്നു, ഏത് ഡേറ്റ്. അപ്പോൾ ബുക്കുകൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പാറ്റേൺ നമ്മൾ എഴുതി വെച്ചിരുന്നാൽ മതി. നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ പഠിച്ചാൽ മതി. ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു പാറ്റേൺ എഴുതണം. ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് രണ്ട് പേരുള്ള ആളാണെങ്കിൽ ഫസ്റ്റ് നെയിം, അതായത് ഫസ്റ്റ് നെയിം രണ്ടാമത് ഇടണമെന്ന് പഠിച്ചാൽ മതി. ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നത് ഇങ്ങനെയാണ്. സോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നെറ്റിൽ നിന്ന് കണ്ടോ, പാർലമെന്റ് റിലീജിയസ് ORG അവിടെ നിന്ന് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ജസ്റ്റ് ഒരു പാറ്റേൺ ആയിട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് കോംപ്ലിക്കേഷൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പം ഈ ഒരു BA ലെവലിലുള്ള ഗ്രാജുവേഷൻ ലെവലിലുള്ള കുട്ടി റെഫറൻസ് ഒരു അല്പം തെറ്റിച്ചാലും റെഫറൻസ് ഒന്ന് ആഡ് ചെയ്താൽ തന്നെ നമ്മൾ അതിനൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള മാർക്ക് കൊടുക്കും. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ബിഗിനിങ് ആണ്. അപ്പം നിങ്ങൾ PG പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് ഇത് ചെയ്ത് പഠിക്കാനുള്ള ഒരു ബിഗിനിങ് ആണ്. അപ്പോൾ അത് നോക്കിയതാണ് റെഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇതേ പാറ്റേണിൽ ഒരു കുട്ടി ഒരു അസൈൻമെൻറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ മിനിമം അത്യാവശ്യം നല്ല മാർക്ക് നമുക്ക് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. FIUGP പോലെയുള്ള അതിലൊക്കെ നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ ഇതേ രീതിയിൽ എന്ത് ചെയ്യുക, അസൈൻമെൻറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. എനിവേ, താങ്ക്സ് ടു വാച്ചിങ് മൈ എഡ്യൂക്ക യൂട്യൂബ് ചാനൽ.